പല കുട്ടികൾക്കും ഹോംവർക്ക് വരെ പേരൻസ് സഹായിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്ത് കിട്ടിയിരിക്കുന്ന ആള് ഒരു ജോലി അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവർ പോലും ജോലി ഇല്ലാണ്ട് നിൽക്കണുണ്ട്. ഇപ്പോൾ ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ജോലി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ സ്വയം ഒരു അനാലിസിസ് നടത്തണം. ഒന്ന്, ചില പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ആ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലികളുണ്ട്. ഡോക്ടർ MBBS പാസ്സായിരിക്കുന്ന ഒരാള് ഒരു ഡോക്ടറായിട്ടുള്ള ജോലിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഡോക്ടറെ ആവശ്യമുള്ള സ്ഥാപനങ്ങൾ ആണ് ആ പുള്ളി അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഡോക്ടറെ ആവശ്യമുള്ള സ്ഥലങ്ങൾ നോക്കി, ആശുപത്രി ആകാം, അല്ലാത്ത സ്ഥലങ്ങളും ആകാം. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഒരുപക്ഷെ ഡോക്ടറെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഡോക്ടറെ ആവശ്യമുള്ളത് എവിടെയാണെന്ന് നോക്കി, ഒരു കമ്പനിയിൽ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ ആ ക്ലിനിക്കിലും ഒരു ഡോക്ടറെ ആവശ്യം ഉണ്ടായിരിക്കും. ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ ആയിരിക്കും ആവശ്യം. ഒരു കമ്പനിയുടെ ക്ലിനിക്ക് നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ വെറും ഒരു MBBS ഉള്ള ഒരു ഡോക്ടറെ മതിയാവും. അപ്പോൾ ഞാൻ ആരാണ്, എനിക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ താല്പര്യം, എന്ത് ജോലിക്കുള്ള ക്വാളിഫിക്കേഷനാണ് എനിക്കുള്ളതെന്ന് നോക്കി, എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു എൻവോൺമെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, അത്തരം എൻവോൺമെന്റിൽ ജോലിക്ക്, എൻ്റെ ക്വാളിഫിക്കേഷനുള്ള ജോലിക്ക് അവസരമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ട്, അത്തരം ഒരു സ്ഥാപനമുണ്ടെന്ന് കണ്ടെത്തിയാൽ ആ സ്ഥാപനത്തെക്കുറിച്ച് കുറച്ച് ഹോംവർക്ക് ചെയ്ത് പഠിക്കണം. ആ സ്ഥാപനം എന്താണ്, എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിൽ നടക്കുന്നത്, അവിടെ ഏതു തരത്തിലുള്ള ആൾക്കാരാണുള്ളത്, അവിടെ എൻ്റെ റോളിൽ എന്തൊക്കെയായിരിക്കും ജോലിയുള്ളത്, അത് കണ്ടുപിടിക്കാൻ ആ സ്ഥാപനത്തിൽ ജോലിയുള്ള ആൾക്കാരോട് ചോദിക്കാം. കുറേയധികം കാര്യങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എനിവൺ സെർച്ചിങ് ഫോർ എ ജോബ്, ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെക്കുറിച്ച് പരമാവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. യു നീഡ് ടു ഡു സം റിസർച്ച്. അങ്ങനെ ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ ജോലിയും മനസ്സിലാക്കി, ഇതിനും ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടന്ന് ആ സ്ഥാപനം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇനിയും മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുകൂടി ആലോചിച്ച് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൂടി എനിക്ക് പറയാനുണ്ടെങ്കിൽ, ഞാൻ ആ സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂവിന് പോയാൽ എൻ്റെ അതേ ക്വാളിഫിക്കേഷനുള്ള മറ്റൊരാളും ഇൻ്റർവ്യൂവിനുണ്ടെങ്കിൽ എനിക്ക് അപ്പർ ഹാൻഡ് കിട്ടും. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് അറിയാം. ആ സ്ഥാപനത്തിന് എന്ത് ഗുണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും. അപ്പോൾ ഒരു ജോലി വേണമെങ്കിൽ ആരെങ്കിലും, ഇപ്പോഴത്തെ നമ്മുടെ ഈ ജനറേഷനിലെ കുട്ടികൾക്കെല്ലാം തന്നെ ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്, സ്പൂൺ ഫീഡ് ചെയ്തിരിക്കുന്നതാണ്. ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ആക്കി, ഓട്ടോറിക്ഷ അല്ലെന്നുണ്ടെങ്കിൽ ബസ് അല്ലെന്നുണ്ടെങ്കിൽ വാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവിടെ കൊണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നപ്പം അമ്മ വീട്ടിൽ കൊണ്ടുവന്നു, യൂണിഫോം വരെ ധരിപ്പിച്ചു വിട്ടു. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന, പല കുട്ടികൾക്കും ഹോംവർക്ക് വരെ പേരൻസ് സഹായിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്ത് കിട്ടിയിരിക്കുന്ന ആള് ഒരു ജോലി അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം സ്വന്തമായി ഏതെങ്കിലും കാര്യം ചെയ്ത ഒരു പരിചയം, ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു ജോലി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങൾ ഏതെന്ന് കണ്ടെത്തണം. അങ്ങനത്തെ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഇനി എവിടെയാണ് അവിടെ വേക്കൻസി ഉണ്ടാകണം, അതാണ് അടുത്ത സംഗതി. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ടാകണം. വേക്കൻസി ഇല്ല, എനിക്ക് ആ സ്ഥാപനത്തിൽ തന്നെ കയറണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു ബെനഫിഷ്യൽ പദ്ധതി എൻ്റെ മനസ്സിലിട്ട് രൂപപ്പെടുത്തിയിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനെ നേരിട്ട് കണ്ടാൽ, എന്നെ ഇവിടെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും ഇത്രയും മെച്ചമുണ്ടാക്കി തരാൻ എനിക്ക് സാധിക്കുമെന്ന് പറയാൻ എനിക്ക് മിടുക്കുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും എന്നെ അവിടെ ജോലിക്ക് വെച്ചു. നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരു ജോലി ഇങ്ങോട്ട് കൊണ്ടുതന്ന് പറയുന്ന സംഗതികൾ മാത്രം ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുക. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പഴയ ഗ്രാമഫോൺ റെക്കോർഡിന്റെ പുറത്ത് അങ്ങനെ ഒരു പടമുണ്ട്, HMV റെക്കോർഡ് എന്ന് പറയും. അതിന്റെ പുറത്ത് ഒരു സ്വനഗ്രാഹി യന്ത്രം, ഒരു റെക്കോർഡ് പ്ലെയറിന്റെ മുമ്പില് ഒരു പട്ടി ഇരുന്ന് ചെവി കേട്ടോണ്ടിരിക്കുന്നതാണ്. ആ റെക്കോർഡ് പ്ലെയർ കണ്ടുപിടിച്ച ആളുടെ
നായ അയാളുടെ ശബ്ദം റെക്കോർഡിൽ നിന്ന് വരുന്ന കേട്ടിട്ട് ചെവി കോർത്തിരിക്കുന്നതാണ് ആ പടത്തിന്റെ അർത്ഥം. പക്ഷെ ചില ജോലി സ്ഥലങ്ങളിൽ ഈ HMV എന്ന് പറയുന്ന തരത്തിലുള്ള ജോലിക്കാരുണ്ട്. ബോസ് പറയുന്ന അത് മാത്രം ചെയ്യുന്ന ജോലിക്കാര്. ചില സ്ഥാപനത്തിൽ അങ്ങനത്തെ ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. സോ നിങ്ങൾ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ആർ യു ആൻ HMV ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വേക്കൻസി ഉണ്ടെന്ന് കാണുന്നിടത്തല്ല ആപ്ലിക്കേഷൻ ഇട്ട് അവിടെ പോയി പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യാതെ യെസ് സാർ പറഞ്ഞ് അവിടെ നിന്നിട്ട് ഹിസ് മാസ്റ്റേഴ്സ് ഏറ്റവും ഒബീഡിയൻ്റ് ആയിരിക്കുന്ന ആളായിട്ടൊന്ന് HMV ആയിട്ട് നിൽക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം വളരാൻ ആവശ്യമായിരിക്കുന്ന ആശയങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ബുദ്ധിയും യുക്തിയുമുള്ള കേപ്പബിൾ ആയിരിക്കുന്ന ആളാണ് ഞാനെന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. സോ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണയുണ്ടാകണം. നിങ്ങൾ പുസ്തകത്തിനകത്തുള്ള വിവരങ്ങൾ ലെക്ചറർ പറയുന്നത് കേട്ടിട്ട് ഉത്തരക്കടലാസിൽ എഴുതി ഡിഗ്രി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നതായിരിക്കാം. ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ സർജറി ഇതൊക്കെ അവിടെ ചെയ്തിട്ട് പുറത്ത് വന്നിരിക്കുന്നതായിരിക്കാം. പക്ഷെ ഒരു സ്ഥാപനത്തിന് നിങ്ങളുടെ സിദ്ധികളും മിടുക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തു.